ഇന്ന് രാവിലെ തന്നെ നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അതിൽ പഴുത്ത് പഴുത്ത് നിന്ന് താനെ വീണതാണ്. കുറച്ച് ഭാഗം എന്തോ നീറിപ്പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ നല്ല പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നമുക്കിന്ന് ചക്കയപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ചക്കയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്തല്ലേ ഇതൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ. ചക്ക തീർന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഉച്ചത്തേക്ക് തോരൻ അരിയാൻ എൻ്റെ ഹെൽപ്പോ ചോപ്പറിൻ്റെ ഹെൽപ്പോ ഒന്നും വേണ്ട, അമ്മ സ്വയം അരിഞ്ഞോളാന്ന് പറഞ്ഞു. ഞാൻ ആ സമയം എന്താ കോവയ്ക്ക് ഉപ്പേരിക്ക് കോവയ്ക്ക അരിയുന്നുണ്ട്. അമ്മ നല്ല അടിപൊളി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ കോവയ്ക്ക ഉണക്കിയത് ഞാൻ ദാ ഇന്നെടുത്ത് വറുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. നിങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇവിടെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മുമ്പ് കഴിച്ച ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത്. അതേ സെയിം ടേസ്റ്റ് തന്നെ. നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും ചുമ്മാ ഇങ്ങനെ കറുമുറ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കണ ഇല വേണമല്ലോ. അപ്പോൾ ഞാൻ പോയി വട്ടത്താമര ഇലയെ കുറച്ച് പറിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അന്ന് നമ്മൾ ഉപ്പിലിട്ട പുളിഞ്ചിക്കയെല്ലാം ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ല. ഇതിൽ കുറച്ചധികം പുളി കൂടുതലായതുകൊണ്ടായിരിക്കും. എന്തായാലും കൊള്ളായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ചോറ് കഴിക്കാനായിട്ടിരുന്നു. ഇന്ന് കോവയ്ക്ക ഒരു കൊണ്ടാട്ടം ഫ്രൈ ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.